എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള തീരുമാനത്തിൽ UDF-ൽ തർക്കം. നിയമനം പാർട്ടിയുടെ അടിവേരിളക്കുന്നതെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് തുറന്നടിച്ചു. എന്നാൽ നിയമനത്തെ ന്യായീകരിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി രംഗത്തെത്തി. പരിശോധിച്ച ശേഷമാണ് നിയമനമെന്നും മുഖ്യമന്ത്രി അല്ല താനാണ് പേര് നിർദ്ദേശിച്ചതെന്നും KM ഷാജി പ്രതികരിച്ചു. തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും KPCC-ക്കും PM നിയാസ് കത്തയച്ചിരുന്നു. എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള തീരുമാനത്തിൽ UDF-ലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ആദ്യം നിയമനത്തിനെതിരെ കോൺഗ്രസിനകത്തു നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് നിയമനം പുനഃപരിശോധിക്കാൻ KPCC പ്രസിഡന്റിന് കത്തയച്ചു. എന്നാൽ നിയമനം പുനഃപരിശോധിക്കില്ല എന്നും എല്ലാം പരിശോധിച്ച ശേഷമാണ് നിയമനം നടത്തിയത് എന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോളൂ. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ കൊടുത്ത പ്രൊഫൈൽ ക്യാബിനറ്റ് അംഗീകരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിക്ക് പോലും നിങ്ങൾ അതിന് കുറ്റം പറയേണ്ട. അത് ആ പ്രൊഫൈൽ മുഴുവൻ ചെക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓൾ വെയറബിൾസ് എടുത്ത് അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ കമ്മീഷണറാക്കി വെച്ചിരിക്കുന്നത്. സർക്കാർ നിലപാട് മന്ത്രി KM ഷാജി പറഞ്ഞതോടെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ഈ തീരുമാനം പാർട്ടിയുടെ അടിവേരിളക്കുന്നതാണെന്നാണ് അഡ്വക്കേറ്റ് PM നിയാസ് തുറന്നടിച്ചത്. പാർട്ടിയിൽ ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഒരു കാര്യവും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നില്ല എന്നും നിയമനം തിരുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും അഡ്വക്കേറ്റ് PM നിയാസ് 24-നോട് പറഞ്ഞു. ഇത് പാർട്ടിക്ക് അടിവേരിളക്കുന്ന ഒരു തീരുമാനമാണ്. അത് പാർട്ടിയുടെ സാധാരണക്കാരായ ആളുകളെ നെഞ്ചത്ത് കുത്തുന്ന അഭിപ്രായമാണ്. അവരൊരിക്കലും സഹിക്കുന്ന കാര്യമല്ല. അത് എനിക്ക് വേണ്ടിയല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. KPCC സെക്രട്ടറി ഇത്തരമൊരു തുറന്ന യുദ്ധം സർക്കാരിനെതിരെ പ്രഖ്യാപിക്കുന്നത് നേതൃതലത്തിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ VD സർക്കാരിലെ എല്ലാ തീരുമാനങ്ങളെയും ഒരേപോലെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു എന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് KC പക്ഷത്തെ പ്രമുഖ നേതാവായ അഡ്വക്കേറ്റ് PM നിയാസിന്റെ പരസ്യമായ സർക്കാരിനെതിരായ വെല്ലുവിളി. മദ്യനയത്തിലെ തർക്കങ്ങൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവും പ്രതിപക്ഷത്തേക്കാൾ VD സർക്കാരിന് പ്രതിസന്ധിയായി മാറുന്നത് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ പ്രതികരണങ്ങളാണ്. ഇതാണ് പുതിയ രാഷ്ട്രീയ കൗതുകം. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.